പിയൂസ് പത്താമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ദൈവമാതാവിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതലായി സ്പർശിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം വാഴുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബമായി ജപമാല ചൊല്ലുവിൻ. ജപമാല മാസത്തിലെ 4-ാം ദിനമായ ഇന്ന് കുടുംബജീവിതത്തിലെ തകർച്ചകളെയും പ്രതിസന്ധികളെയും കലഹങ്ങളെയും കുറവുകളെയും അതിജീവിച്ച് പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും സമാധാനത്തിലും കുടുംബങ്ങൾ പുലരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാം തിരുവചനം. ആമീൻ. പിയൂസ് പത്താമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ദൈവമാതാവിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതലായി സ്പർശിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം വാഴുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബമായി ജപമാല ചൊല്ലുവിൻ. ജപമാല മാസത്തിലെ 4-ാം ദിനമായ ഇന്ന് കുടുംബജീവിതത്തിലെ തകർച്ചകളെയും പ്രതിസന്ധികളെയും കലഹങ്ങളെയും കുറവുകളെയും അതിജീവിച്ച് പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും സമാധാനത്തിലും കുടുംബങ്ങൾ പുലരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാം തിരുവചനം. ആമീൻ.